ലാപ്ടോപ്പിലെ ഫാൻ അതിവേഗത്തിൽ കറങ്ങുകയും ഉയർന്ന ശബ്ദം ഉണ്ടാവുകയും ചെയ്യുന്നത് സാധാരണമാണ്. എന്നാൽ തുടർച്ചയായി ഇങ്ങനെ ശബ്ദം ഉണ്ടാവുകയാണെങ്കിൽ അതെന്തുകൊണ്ടാണെന്നു ഡയഗ്നോസ് ചെയ്യേണ്ടതുണ്ട്. ഏതൊരു ഇലക്ട്രോണിക് ഉപകരണവും വർക്ക് ചെയ്യുമ്പോൾ ചൂടാകും. നിങ്ങളുടെ ലാപ്ടോപ്പും അങ്ങനെ തന്നെ. അമിതമായ കമ്പോണന്റുകൾ ചൂടാവാതെ സംരക്ഷിക്കാനാണ് ലാപ്ടോപ്പിൽ ഫാനും ഹീറ്റ് സിങ്കുകളും ഒക്കെ ഉപയോഗിക്കുന്നത്. അമിതമായി വർക്ക് ചെയ്യുമ്പോൾ ലാപ്ടോപ്പ് ചൂടാകുകയും ഈ ചൂടിനെ പുറന്തള്ളാൻ ഫാൻ കൂടുതലായി വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളുടെ ലാപ്ടോപ്പ് ഫാൻ തുടർച്ചയായി ഉയർന്ന തോതിൽ വർക്ക് ചെയ്യുന്നതിന്റെ ചില റീസണുകളും അതിനുള്ള സൊല്യൂഷൻസുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഉപകാരപ്രദം എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലാപ്ടോപ്പ് ഫാൻ അമിതമായ സ്പീഡിൽ കറങ്ങുന്നതിന്റെ ഒരു കാരണം എയർ വെന്റുകൾ ബ്ലോക്കാവുന്നതാണ്. എയർ വെന്റുകൾ ബ്ലോക്കാകുന്നത് എയർ കേസിനുള്ളിൽ ട്രാപ്പാകാനും അതുവഴി ചൂട് വർദ്ധിക്കാനും കാരണമാകും. ചൂട് കൂടുമ്പോൾ ലാപ്ടോപ്പ് ഫാൻ കൂടുതൽ വർക്ക് ചെയ്യും. കൂടുതൽ ഉയർന്ന ശബ്ദമുണ്ടാക്കും. എയർ വെന്റുകൾ ക്ലീൻ ചെയ്യുക. വളരെ സോഫ്റ്റ് ആയ ബെഡിലും കുഷ്യൻഡ് ആയ സർഫസുകളിലും വെച്ച് ലാപ്ടോപ്പ് ഉപയോഗിക്കാതിരിക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന പ്രോസസ്സുകളുടെ എണ്ണം കൂടുന്നതും അവ അൺറെസ്പോൺസീവ് ആകുന്നതും ഫാൻ ഉയർന്ന തോതിൽ വർക്ക് ചെയ്യാൻ ഇടയാക്കും. Ctrl+Alt+Delete പ്രസ് ചെയ്ത് ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യുക. ആവശ്യമില്ലാത്ത പ്രോസസ്സുകൾ എൻ ചെയ്യുക. നിങ്ങളുടെ ഡിവൈസുകളും പെരിഫറൽസും പ്രോപ്പർ ആയി വർക്ക് ചെയ്യാൻ അവയുടെ ഡ്രൈവർ സോഫ്റ്റ്വെയർ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഡ്രൈവറുകൾ പ്രോപ്പർ ആയി അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നത് ലാപ്ടോപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ ഇത് എളുപ്പം സാധിക്കും. സെറ്റിംഗ്സ് എടുത്ത് വിൻഡോസ് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. വലതുവശത്ത് മുകളിലായി ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. വിൻഡോസ് അപ്ഡേറ്റ് വിൻഡോയിൽ ഓപ്ഷണൽ അപ്ഡേറ്റ് എന്നൊരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഓപ്ഷണൽ ഡ്രൈവർ അപ്ഡേറ്റുകൾ ഡൗൺലോഡ് ചെയ്യാം. അതുകൂടി ചെയ്യുക. റെഗുലർ ആയി അപ്ഡേറ്റുകൾ ചെയ്യുന്നത് ലാപ്ടോപ്പിന്റെ പ്രവർത്തനം ഒപ്റ്റിമൈസ് ചെയ്യാൻ ഉപകരിക്കും. ഇത് ലാപ്ടോപ്പ് ഫാനിന്റെ പ്രവർത്തനം സാധാരണ നിലയിൽ ആക്കും. നിങ്ങളുടെ സിസ്റ്റം ഇൻഫെക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും രീതിയിലുള്ള മാൽവെയർ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. പ്രോപ്പർ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക. ലാപ്ടോപ്പ് പ്രോപ്പർ ആയി ഷട്ട് ഡൗൺ ചെയ്യുക. അല്പസമയത്തിന് ശേഷം ബൂട്ട് ചെയ്യുക. പവർ സൈക്ലിംഗ് ചെയ്യുന്നത് വഴി സോഫ്റ്റ്വെയർ ഗ്ലിച്ചുകൾ, താൽക്കാലിക മെമ്മറി പ്രശ്നങ്ങൾ ഒക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും. ഇത്രയൊക്കെ ചെയ്തിട്ടും ഫാൻ ലൗഡ് നോയിസ് ഉണ്ടാക്കുന്നു എങ്കിൽ ഫാനും ഹാർഡ് ഡിസ്കും ചെക്ക് ചെയ്യണം. ഫാനിൽ അമിതമായി പൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹാർഡ്വെയർ റിപ്പയർ എക്സ്പെർട്ടിനെ സമീപിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.